എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ. ഈ പ്രണയത്തിന് ഇങ്ങനെ ചാഞ്ചാടി കളിക്കുന്ന ഒരു മനസ്സാ പൃഥ്വിക്കെന്ന് പറയാറുണ്ട്. അതിൽ സത്യമല്ലേ? പറ, പറയാൻ. കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. താൻ വെറും ആചാന ബാഹുവല്ലേ? അതുപോലെയാണോ ഞാൻ? ഇപ്പൊ ലേറ്റസ്റ്റ് പ്രണയം എങ്ങനെയാ? ഇപ്പൊ അഭിനയിക്കുന്ന പടത്തിലെ നായികയാണ് ജനീലാണ് ഇവിടെ എല്ലാ ടൈപ്പ് എടുക്കും. ഇത് എത്ര കാലം നിൽക്കും അത്? ഈ സിനിമയുടെ പാക്കപ്പ് വരെ അത്രേ ഉള്ളൂ. പാക്കപ്പ് കഴിഞ്ഞാൽ പ്രണയം പാക്കപ്പ്. അല്ല, എന്തിനാ ഇങ്ങനെ സെൻസസ് എടുക്കാൻ നടക്കുന്നത്? പാക്കപ്പ് കഴിഞ്ഞ അടുത്ത നായിക പ്രണയിക്കണ്ടേ എനിക്ക്? അതല്ലേ? സ്ഥിരാണല്ലേ നീ കൊറേ നേടുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു റെക്കോർഡ് പോലെ സ്ഥാപിക്കൂ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് പറയാൻ പറ്റില്ലല്ലേ? പറയാൻ പറ്റില്ല. അത് ഈ പ്രണയം എന്ന് പറയുമ്പോ എന്താ പറയുക, ഇതൊരു ഈ പ്രണയം എന്ന് പറയുമ്പോ ആ വാക്കിന്റെ ആഴം കൂടി പോകും. ഇതൊരു ഇൻഫാച്വേഷൻ ആണ്. നീ ഒരു ഭാഗ്യവൻ തന്നെയാണോ? ഭാഗ്യം മാത്രമല്ല മാരാരെ, അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനല്ലേ. ഞാനൊരു ചെറുപ്പക്കാരൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയോട് കൂടി ഞാൻ 10-45 ദിവസം അഭിനയിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു ഇൻഫാച്വേഷൻ തോന്നും. നമ്മളൊക്കെ ഒന്നല്ലേ എന്റെ കല്യാണി. ഇൻഫാച്വേഷൻ തോന്നിയില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ നോർമൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഗേ ആയിരിക്കും. അപ്പൊ ചില വീക്ക്നെസ്സുകളൊക്കെ ആകാം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് ഞാൻ നോർമലാണ്, ഞാൻ ഗേ അല്ല. അതുകൊണ്ട് എനിക്കൊരു ഇൻഫാച്വേഷൻ തോന്നും. ആ ഇൻഫാച്വേഷൻ മതിലുകളുണ്ട്. ആ മതിലുകൾ എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ള മെച്യൂരിറ്റി എനിക്കുണ്ട് എന്നുള്ളിടത്താണ് ഞാനെന്ന് പറയുന്ന വ്യക്തി വിജയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഭാഗ്യം നോക്കണേ, അറിഞ്ഞില്ല ഇത്ര വലിയവരാന്നറിഞ്ഞില്ല. ണ്ട് ഇപ്പൊ നമ്മളെ ചിലപ്പോ ഈ ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാങ്കിലേ ചിലപ്പം നമ്മളെ അഥവാ എത്ര ഡ്രൈവിംഗ് അറിയാമെങ്കിലും ഡ്രൈവിംഗ് അറിയാത്ത ആളെതിരെ വരുമല്ലോ. നീ എന്താടാ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ എന്ന് പറയുന്ന പോലെ ഈ മതിൽ കൽപ്പിക്കാത്ത ആൾക്കാരെതിരെ വന്നാൽ അവർക്കാണ് അപകടം. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല. എന്നിട്ട് ഞാൻ തടുത്തല്ലോ. ഈ എപ്പോഴെങ്കിലും ഈ ഡേഞ്ചർ ലൈറ്റ് കത്തിയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് പ്രാവശ്യം. അപ്പൊ വൃത്തി എങ്ങനെ ഓടി രക്ഷപ്പെടുവോ? പെമ്പിളരൊക്കെ ഇങ്ങനെ പറവറ മാറ്റാൻ നീ ആരുടെ? സനീഷ് മാധവൻ. ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളയും. പിന്നെ വേറൊന്ന്, ഒരു വാക്കുകളിലേക്ക് എത്താതെ തന്നെ അവർക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഇൻഫാച്വേഷന്റെ മതിലുകൾ അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ പൃഥ്വി എനിക്ക് അത് ഇടയ്ക്കാന്ന് വെച്ച് പറഞ്ഞോട്ടെ. അതായത് പൃഥ്വിയുടെ ഈ കണ്ണുകളും പൃഥ്വിയുടെ ഈ ചിരിയും ചെറുപ്പക്കാരികൾ കുറച്ച് അപകടം ഉണ്ടാകുന്നതാണ്. ഒരു സെക്സ് അപ്പീലുണ്ട്. ആണോ? എന്റെ ഭാഗ്യമല്ല. അതല്ലേ? എന്നെ കൊണ്ട് തോറ്റു. അത് അതുകൊണ്ട് തന്നെ പൃഥ്വി പറയാതെ തന്നെ പൃഥ്വി മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വിനിമയം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഞാനിങ്ങി കാണുന്ന പെൺകുട്ടികളോടെല്ലാം ഞാൻ പ്രണയാഭ്യർത്ഥനയും അപമര്യാദയായ അഭ്യർത്ഥനകളും നടത്തിയൊരു വ്യക്തിയൊന്നുമല്ല. അയ്യോ, ഞാൻ ആ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ പോട്ടെ.